ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്നങ്ങ് ചതച്ചെടുക്കാനുള്ളതാണ്. അതായത് കുറച്ചധികം വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നീട് ഗരം മസാലയാണ്. ഗരം മസാലയിൽ വരുന്ന വലിയ ജീരകം, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഇട്ടുള്ളതാണ്. കുറച്ചധികം വലിയ ജീരകം എടുക്കണം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്നങ്ങ് ചതച്ചെടുക്കാം. ഇതുപോലൊരു ഇടികല്ലിലിട്ടൊന്നും ചതച്ചെടുത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറില്ല, ആ ഒരു ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്നും കറക്കി എടുത്താലും മതി. നിങ്ങളുടെ സൗകര്യം എങ്ങനെ അതുപോലെ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്നു പോകാനായിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ ഒരു കുക്കറിലിട്ടിട്ടാണ് നമ്മുടെ ബീഫിനെ വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബീഫിനെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ കുക്കറിലോട്ട് ബീഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചധികം എടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ. അപ്പോൾ ഒരു വട്ടം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ ഇട്ടാണ് നമ്മുടെ ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി കുരുമുളക് പൊടി 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഗരം മസാല ഉണ്ട്, അതൊരു 1/4 ടീസ്പൂണോളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നല്ലതുപോലെ തന്നെ ആ ഒരു ബീഫിലൂടെ നമ്മുടെ മസാല എല്ലാം പിടിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പ്രധാന ഹൈലൈറ്റായ തേങ്ങാക്കൊത്തും കൂടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചധികം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു ബീഫിന് നല്ല ടേസ്റ്റ് കിട്ടുക. അതും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് കുക്കറിൽ നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ച് വേവ് ഉള്ള ബീഫായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേവ് കുറഞ്ഞ ബീഫാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് തന്നെ ഇത് വെന്താണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് കുറച്ച് വേവ് ഉള്ളതായതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 6 അല്ലെങ്കിൽ ഒരു 8 വിസിൽ വരെ നമുക്ക് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ ഇത് വേവത്തുള്ളൂ കേട്ടോ. കുറച്ച് അധികം വേവുള്ള ബീഫാണേ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാതെ വേവിക്കുകയൊക്കെ ചെയ്യണേ. എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇത്രയും വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിതിനെ മൂടി കൊണ്ട് അടച്ച് വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഞാനൊരു 8 വിസിലോളം കേൾപ്പിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബീഫിനെ വേവിച്ചെടുത്തത്, കണ്ടില്ലേ. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കണം. ചൂടായ പാനിലോട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം, അതായത് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ച ഉലുവയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവയൊക്കെ പൊട്ടി തുടങ്ങിയാൽ ഇതിനകത്തോട്ട് 2-3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നിലധികം വറ്റൽമുളകും അതുപോലെ തന്നെ കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. കറിവേപ്പിലയും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഞാൻ രാത്രിയിലാണ് കേട്ടോ ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് പോയി വാങ്ങാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചധികം കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഒന്നുകിൽ ഓഫ് ചെയ്യാം, അതെല്ലാം പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2.5 ടീസ്പൂണോളം നമ്മുടെ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കരിയാതെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ലോയിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അത് കുഴപ്പമില്ല. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ ഈ ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ട് ഒന്നങ്ങ് ഡ്രൈ ആവണം, അപ്പോഴാണ് ബീഫ് റോസ്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ആ ഒരു ബീഫിൽ പിടിക്കണം, എങ്കിലാണ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. എനിക്ക് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നീട് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇനി ഈ ഒരു വെള്ളം വറ്റട്ടെ. വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഇതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. നല്ല ഫ്ലേവർ കിട്ടുന്ന കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോൾ. അത് മാത്രമല്ല ഞാൻ ഈ ഒരു ഐറ്റം രാത്രിയിലാണ് പ്രിപ്പയറും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നും വാങ്ങാനും പോകാനും പറ്റാത്തൊരവസ്ഥയായിട്ട് കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം നോക്കി അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്, കുറച്ചും കൂടെ ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ലാസ്റ്റ് നിങ്ങൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ. എരിവ് നോക്കണം കേട്ടോ. കുരുമുളക് പൊടി ഞാൻ ആദ്യമേ ചേർത്തുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറവ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ചും കൂടെ കുരുമുളക് പൊടി ഫൈനലായിട്ട് ഇട്ട് കൊടുക്കണേ. ഇത് അത്യാവശ്യം കൂട്ടി നോക്കിയപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് കുരുമുളക് പൊടിയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ച് നോക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഗരം മസാല നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചധികം ഗരം മസാല ചതച്ച് ചേർത്തുകൊണ്ടും പിന്നീട് ഞാൻ വലിയ ജീരകം അതായത് പെരുംജീരകമൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ചേർത്ത് കൊടുക്കുക. അത് മാത്രമല്ല ഞാൻ ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പിന്നീട് ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ബീഫ് റോസ്റ്റിനോടെ കഴിക്കാൻ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പൊറോട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ സവാളയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അത് മാത്രമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ടേക്ക് കെയർ. ബൈ.